ഹലോ ഗൈസ്, വെൽക്കം ടു അക്കുലാരിറ്റി ചാനൽ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മളപ്പോൾ ഇപ്പോൾ ഉള്ളത് തേക്കടിയിലെ 2026 പുഷ്പമേളയാണ്. ഇവിടെ ഫുൾ സൂര്യകാന്തി പൂവാണുള്ളത്, അതായത് ഇംഗ്ലീഷ് സൺഫ്ലവർ എന്ന്. നമുക്ക് അപ്പോൾ ഒന്ന് അകത്ത് കയറാം. കമോൺ, ലെറ്റ്സ് ഗോ. ഭയങ്കര തിരക്കാണ് ഗൈസ്, ഇത് ചെയ്യാനാ. ഞാൻ നമ്മൾ അകത്ത് കയറിയിരിക്കുന്നു. ഇനി നമുക്കൊന്ന് പോകാം. നമുക്കിനി ബാക്കിയുള്ള എന്താണെന്നൊക്കെ കാണാം. ഇവിടെ ആദ്യം കയറിയപ്പോൾ തന്നെ നമുക്ക് എന്താ 3 ഇങ്ങനെ ഒരു ഹാഫ് സ്ക്വയറിൽ ചെയ്തേക്കാൻ നമുക്ക് കാണാം. എനിക്കൊന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിരിക്കും. നമുക്കപ്പോൾ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും ഫോട്ടോസൊക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം. എന്താ വ്യൂസ് എന്നൊക്കെ നോക്കാം. വാവ്, ഫുൾ ഓഫ് കളർഫുള്ളാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഫുള്ള് നനഞ്ഞിരിക്കുമായിരുന്നു. എല്ലാം കളർഫുള്ളാണ്. യെല്ലോ, ഓറഞ്ച്, പിങ്ക്, പിന്നെ ഒരു ക്രിസ്മസ് ട്രീ പോലെ. എൻ്റെ പേരെനിക്കറിയില്ല, അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പോൾ കണ്ടോ, എന്ത് രസമല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു ഭാഗം കയറിയപ്പോൾ തന്നെ, കാരണം ഫുൾ ഓഫ് കളർഫുള്ളാണ്. വൈറ്റ് അല്ല, എന്തൊരു കളർ, ഓറഞ്ച്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ചെടി എന്ന് പറഞ്ഞാൽ എല്ലാ കളറും കൂടെ മിക്സ്ഡ് ആയിരിക്കുന്നത് കണ്ടോ. ഒരു പിങ്ക്, വൈറ്റ്, ലാവൻഡർ ഷെയ്ഡ്, ആ ഒരു ഫ്ലവേഴ്സൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. ഈ ചെടിയുടെ കാര്യം പറഞ്ഞ ക്രിസ്മസ് ട്രീ, ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയണം. ഇപ്പോൾ പോയ എൻ്റെ ഒരു കസിനാണ്, അവളും വ്ളോഗൊക്കെ എടുത്ത് നടക്കുന്നു. അറിയില്ല അവൾ ഇനി ഇടുമോയെന്ന്. ഓക്കെ, ഇത് കണ്ടോ, ഒരു സർക്കിളായിട്ട് മേളി ഇങ്ങനെ ഇട്ടേക്കുന്നത് സെറ്റാണ്. എനിക്ക് ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് ഈ ഫ്ലവറാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ ഫ്ലവർ, ഈ ഹാർട്ടിൽ ഈ റെഡ് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫുൾ ഓഫ് സൺഫ്ലവർ ആണ് ഗൈസ്. ഇതാ കണ്ടോ, എന്ത് നല്ല രസമുണ്ട്. അത് സൺഫ്ലവറിൻ്റെ ഇടയ്ക്ക് ഒരു ഓറഞ്ച് കറണ്ട് പോയി ഗൈസ്. ഓക്കെ, നല്ല രസമുണ്ട്. കറണ്ട് പോയപ്പോൾ കുറച്ചും കൂടെ ഒരു ഗുമ്മുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. നമ്മൾ നേരിട്ട് കണ്ടാലേ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവത്തുള്ളൂ. എല്ലാം കാണാൻ അടിപൊളിയായിട്ടുണ്ട്. സൺഫ്ലവറൊക്കെ നോക്ക്, എന്ത് രസമാണ്. നമുക്കിവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും ഗൈസ്. സൂപ്പറാണ് കണ്ടോ, നല്ല രസമുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതും. നല്ല സൂര്യകാന്തി പൂ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ഇങ്ങനെ വെച്ചേക്കുവാണ്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ഞാൻ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക. ലൈറ്റൊക്കെ വന്നു, സെറ്റായിട്ടുണ്ട്. ലൈറ്റ് വന്നപ്പം ഒരു സെറ്റുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു എല്ലാ ഫ്ലവേഴ്സും കൂടെ വെച്ചിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ ഫുള്ളായിട്ട്. പിന്നെയും കറണ്ട് പോയി, കറണ്ടിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. എന്തോ പറ്റി എന്തായാലും. ഇതും സെറ്റ് സാധനമാണ്. ഓറഞ്ചിൻ്റെ ഇടയിൽ അവിടെ ഇവിടെ ആയിട്ട് യെല്ലോ. ഇതാണ് യെല്ലോൻ്റെ അവിടെ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട്. ഇതെല്ലാ കളേഴ്സും നല്ല ഭംഗിയുണ്ട്. ഇന്നൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്ന സെയിം സാധനം അപ്പുറത്തും തന്നെ ഉണ്ട്. അതിനപ്പുറത്തുമായിട്ടാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇനി നമ്മൾ വേറെ സ്ഥലത്ത് വേറെ എൻട്രൻസ് പോലെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഫുള്ള് കടയൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ സൂര്യകാന്തി പൂ കുറേ ഉണ്ട്. നമുക്കപ്പോൾ അങ്ങോട്ട് പോകാം. കമോൺ. ഇവിടെയൊക്കെ സോഫ വിൽക്കാനിട്ടിട്ടുണ്ട്. കമോൺ, നമുക്ക് പോവാം. അതായത് ടേബിളും കണ്ണാടിയും അലമാരിയും പിന്നെന്താ കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിതൊക്കെ സെയിലിനാണ്. എനിക്ക് ആ കണ്ണാടി ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. എനിക്ക് ആ കണ്ണാടി ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ പോയി വീഡിയോസൊക്കെ എടുത്തു ഗൈസ്. കണ്ടോ, എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനൊരു ഫോട്ടോയും എടുത്തു അവിടുന്ന്. അത് ഫർണിച്ചർ പോലെ. ഇത് പിന്നെ സീഡ്സാണ്, ഓരോ സീഡൊക്കെ ഉണ്ട്. എന്തിൻ്റെ സീഡാന്ന് നോക്കിയില്ല. എന്തിൻ്റെയൊക്കെ മേരി ഗോൾഡ് മറ്റേ ഇതിൻ്റെയൊക്കെ ഉണ്ട്. പിന്നെ 90s കാലത്തെ മിഠായികൾ ഇഷ്ടം പോലെ ഉണ്ട്. മറ്റേ ടൈപ്പ് കുറേ ടൈപ്പ് ഇങ്ങനെ മിഠായി ഉണ്ടായിരുന്നു. ലോലിപോപ്പ് പോലത്തെ പണ്ടത്തെ ടൈപ്പ്. ഇത് പിന്നെ ബുക്കിൻ്റെ ഒക്കെ കടയാണിത്. നേരെ മുമ്പ് ഞാൻ ഉണ്ടല്ലോ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഇരിക്കുന്നത് ബുക്ക്, എന്തോ ഗുഡ് ഗേൾസ് മർജറോ അങ്ങനെ എന്തോ ബുക്ക്. അത് സെറ്റ് ബുക്കാണ് അവൾ പറയുന്നത്. അറിയില്ല, നമുക്ക് നോക്കാം. ഇതൊക്കെ ഫുൾ എന്താ പറയുക, കമ്മലും മാല കമ്മലൊക്കെ. ഇതൊക്കെ പിന്നെ ഒരു വാച്ചിന് 200 രൂപയുടെയും 150 ഉണ്ട്. പിന്നെ ആ കിടക്കുന്ന വാച്ചൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്. പിന്നെ കീച്ചനൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഫുൾ ടോയ്സ് കട, പിള്ളേർക്ക് വേണ്ടി, അതായത് നമുക്ക് വേണ്ടി, ഞങ്ങൾക്കൊക്കെ വേണ്ടിയുള്ളത്. ഫുൾ ഓഫ് സ്റ്റിക്കേഴ്സും ചീപ്പും പല ടൈപ്പ്. പോക്കിമോണിൻ്റെ ഒക്കെ ഇരിപ്പുണ്ട്.
പോക്കിമോൺ കാർഡ് ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ എന്തോ കാർഡ് ഇരിപ്പുണ്ടായിരുന്നു. ഇത് പിന്നെ ഫുള്ള് സ്റ്റേഷനറി ഐറ്റംസ് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയത്. എനിക്ക് ഈ ഒരു പെൻസിൽ ഇഷ്ടപ്പെട്ടു. ഈ പെൻസിൽ അതിൻ്റെ അപ്പുറത്തുള്ള ടൈപ്പ് പെൻസിലും അത് ഒത്തിരി നല്ലതായിരുന്നു. പിന്നെ ഇത് ഫുൾ കത്തിയുടെ ഇതായിട്ടുള്ളത്. ഇത് പിന്നെ അടുക്കള കിച്ചണായിട്ട് വേണ്ട സാധനങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ വേറെ എങ്ങോട്ടാണ് പോകുന്നത്, വേറൊരു സ്ഥലത്ത്. ഇത് പിന്നെ ഫുള്ള് ഫോൺ കവറിൻ്റെ ഇതാണ്, ഫുള്ള് ഫോൺ കവറാണ്. അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഫോൺ കവറാണ്. പിന്നെ ഈ കീ ചെയിനും എനിക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട നല്ല കീ ചെയിനാണ്. നമുക്ക് ക്യാമറ എടുക്കുന്ന പോലെ മാറ്റിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഫുള്ള് കണ്ടോ, ഇത് ഫുൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്കെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേതാ ഈ കീ ചെയിൻ. ഇതിങ്ങനെ ഫേസ് മാറുന്ന ടൈപ്പ് കീ ചെയിനാണ്. എക്സ്പ്രഷൻ മാറും അതിൻ്റെ ഒരു അത് ക്ലിക്ക് ചെയ്യുമ്പോൾ. ഇത് പിന്നെ ഫുൾ ഓഫ് അച്ചാർ. എൻ്റെ ഫേവറേറ്റ് ആണ് ഈ അച്ചാർ എന്ന് പറയുന്നത്. മാങ്ങ അച്ചാറാണ് എൻ്റെ ഫേവറേറ്റ്. ഇത് എന്തൊക്കെയോ ടൈപ്പ് അച്ചാറുണ്ട്, ഇതിനെക്കുറിച്ച് വലിയ ഇതില്ല. അതെന്തോ മുളക് അച്ചാറാണെന്ന് തോന്നുന്നു. ഇത് മാങ്ങ അച്ചാറൊക്കെ ഒന്നും കൂടെ മനസ്സിലാവുന്നില്ല. ഇത് പിന്നെ ഡെറ്റോളോ എന്തൊക്കെയോ സാധനങ്ങൾ ബാത്റൂമൊക്കെ കഴുകാനായിട്ടും. ഇത് പിന്നെ സ്റ്റേഷനറി ഉണ്ട്. ബുഷ്, വള, കമ്മലൊക്കെ ഉണ്ട്. ഫുള്ള് എല്ലാ കടയിലും ഒരു കമ്മലുപുരം കാണാതിരിക്കുക, എല്ലാം കമ്മലും മാലയൊക്കെ ഉണ്ട്. ഇത് പിന്നെ മുടി വളരാനായിട്ടാണെന്ന് പറഞ്ഞ എന്തോ ഒരു ഓയിൽമെൻറ്റ്. പിന്നെ ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തോ ഒരു സാധനം. ഇവിടെ ഒന്നും ആരുമില്ല ഗൈസ്, ഇവിടെ ഒരു കട പോലും ഇല്ല. നമുക്ക് ഒറ്റ കടയിലെല്ലാം കാലിയായിട്ട് കിടക്കുവാണ്. ഇതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല, ഫുള്ള് കാലിയായിട്ട് കിടക്കുവാണ്. ഇതാണ് നമ്മുടെ മെയിൻ സാധനം, ഐസ്ക്രീം. പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ലായിരുന്നു വാങ്ങിക്കായിരുന്നു. ഇവിടെ എങ്ങും ആൾക്കാരില്ലല്ലോ. കണ്ടോ, ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ടോ, നമുക്കൊന്ന് വായിച്ച് നോക്കാം. ശക്തമായ മഴ കാരണമൊന്നു അങ്ങനെ എന്തൊക്കെയോ എഴുതിയിരിക്കുന്നത്. ഇത് പിന്നെ മറ്റേ ഇത് അത്ര നല്ല രസമുണ്ട്. അത്തറും പെർഫ്യൂമും ഉണ്ടായിരുന്നു അവിടെ. അങ്ങ് ആരുമില്ലല്ലോ. ഇതെന്താ, ഇത് ഹുക്കൊക്കെയാണ് ഗൈസ്, നമ്മുടെ വീട്ടിൽ തൂക്കിയിടാനുള്ള ഹുക്കും കാര്യങ്ങളും. പിന്നെ ഇത് ഫുൾ ഓഫ് ഗ്ലാസ് ഭരണിയൊക്കെ. ഗ്ലാസ്സൊക്കെ കൊള്ളാം, നല്ല ഡിസൈൻസാണ്. പക്ഷെ ഭയങ്കര റേറ്റാണ് ഗൈസ്. കാരണം നമ്മളത് വേണ്ടെന്ന് വെച്ചു. ഇവിടെ ചെറിയ ചെറിയ തൊട്ടനെ പിടിച്ചതിനൊക്കെ നല്ല റേറ്റാണ് ഗൈസ്. ഇത് പിന്നെ ഫുഡ് നല്ല ഫുഡും സൂപ്പറായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. നമ്മൾ ഗോബി മഞ്ചൂരിയാണ് എടുത്തത്. പിന്നെ പോപ്കോൺ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. പോപ്കോൺ ഞങ്ങൾ 2 പാക്കറ്റ് വാങ്ങിച്ചു. കണ്ടോ എന്ത് രസമാണ്. ഇത് പിന്നെ കരിമ്പിൻ ജ്യൂസാണ് ഗൈസ്. ഫുള്ളിങ്ങനെ ഇതായിട്ട് നല്ല രസമുണ്ട്. ഒരു മെഷീൻ കാണാൻ നല്ല രസമുണ്ട്, ഇങ്ങനെ പോകുന്നത് കാണാൻ. ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടാ? എനിക്ക് തോന്നുന്നു നമുക്ക് ആ കടയിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിക്കാം. ഞാൻ പറഞ്ഞു ഒരു കടയാണ് ഉദ്ദേശിച്ചത്, കാരണം നമ്മൾ കയറി വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റും ഐസ്ക്രീം കട. നമുക്ക് നേരെ അങ്ങോട്ട് പോയി ഒരു ഐസ്ക്രീമൊക്കെ ചോദിച്ച് നോക്കാം, കിട്ടുമോ നമുക്ക് നോക്കാം. ഓക്കെ, കമോൺ ഗൈസ്, നമുക്കിപ്പോൾ പോവാം. ഇവിടെയാണ് ഗൈസ് പാർക്കുള്ളത്. ദൈവമേ, എന്തൊരു കാഴ്ചയായിരുന്നു എന്നറിയോ ഇവരുടെ കാഴ്ച. നമ്മൾ ഒരു ഞെട്ടിപ്പോകുന്ന കാഴ്ച എന്താ. അവിടെ ഇരുന്ന് നമുക്ക് നടന്നു വരുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും ഈ കാഴ്ചയൊക്കെ. നമ്മളപ്പോൾ ഐസ്ക്രീം ചോദിച്ചു, നമുക്ക് സാധനം കിട്ടി. ഞാൻ ചോദിച്ചു ചേട്ടനോട് നമുക്ക് 2 ഫ്ലേവറായിട്ട് കിട്ടുമോ. അപ്പോൾ ചേട്ടൻ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം ഐസ്ക്രീം നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഞാനൊരു സ്ട്രോബെറിയും പിന്നെ ഒരു ചോക്ലേറ്റ് ഫ്ലേവറാണ് പറഞ്ഞത്. എൻ്റെ കസിൻസും ഉണ്ടായിരുന്നല്ലോ. ഒരു കസിൻ ഇപ്പോൾ ആ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്ന കസിൻ്റെ പേര് കുടുന്നായിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടിയത് ചോക്ലേറ്റിൽ ചോക്ലേറ്റ് ഫസ്റ്റ്, പിന്നെ സ്ട്രോബെറി കണ്ടോ. അപ്പം എൻ്റെ അനിയത്തിക്കും അവൾക്കും അവളുടെ ചേച്ചിക്കും ഉള്ളത് ആയിരുന്നു ഇപ്പം ആ ചേട്ടൻ എടുത്തത്. എനിക്ക് എടുക്കുന്നതേ ഉള്ളൂ ആ ചേട്ടൻ. നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല രസമുണ്ട് ആ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു സ്കൂപ്പ് ഇരിക്കുന്നതാണ്, അല്ലേ സെറ്റായിട്ടുണ്ട് ഐസ്ക്രീം സ്കൂപ്പ് ഇരിക്കുന്നതാണ്. ചേട്ടനപ്പോൾ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നു ഗൈസ്.
ഇനി നമ്മൾ നമ്മുടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, നമ്മുടെ ഐസ്ക്രീമിന് വേണ്ടി. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാൻ കിട്ടുമോ? കിട്ടാതിരിക്കത്തൊന്നുമില്ല, നമുക്ക് നോക്കാം. കണ്ടോ, എനിക്ക് സ്ട്രോബെറിയിൽ ചോക്ലേറ്റ് ഗൈസ് എങ്ങനെ ഇരിക്കണം. അതെങ്കിൽ അത് നമുക്ക് തിന്നാൽ പോരെ. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ ഐസ്ക്രീം ഇപ്പം കിട്ടും. കിട്ടിയിരിക്കുന്നു ഗൈസ്. കണ്ടോ, നല്ല ഐസ്ക്രീം, നല്ല രസമുണ്ട് കാണാൻ. മെയിൻലി തിന്നാൻ ടേസ്റ്റും ഉണ്ട്, നല്ല ഐസ്ക്രീം ഉണ്ട്. കണ്ടോ, എന്നാ ടേസ്റ്റാ. നമുക്ക് ഗൈസ് ആടുന്നുണ്ടോ, ഭയങ്കര കാർച്ചയാണ് ഗൈസ്. എല്ലാവർക്കും പേടിയാന്ന് തോന്നുന്നു. ഇത് പിന്നെ എന്തോ ടിക്കറ്റ് കൗണ്ടറാണ്, എന്തോ ഗോസ്റ്റ് ഹൗസിൻ്റെയും പിന്നെ എന്തോ ഇതിൻ്റെയൊക്കെ ഫിഷിൻ്റെയൊക്കെ തീമിലായിട്ടുള്ളത്. അതിന് നല്ല ടിക്കറ്റ് ചാർജാണ്. നമ്മൾ കുറേ പേരുണ്ടായിരുന്നു, കാരണം അവിടെ കയറിയില്ല. മുന്നോട്ട് ഇത് ഫുൾ എനിക്ക് തോന്നുന്നു മത്സ്യകന്യകയും അതിൻ്റെയൊക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ എന്തെങ്കിലും തീമായിരിക്കും. ഇനി എങ്ങോട്ടുള്ളത് ഗെയിംസ് ആൻഡ് പാർക്കാന്ന് തോന്നുന്നു ഗൈസ്. ദാണ്ടേ നമ്മൾ ഈ റിങ്ങിന് നമ്മൾ 50 രൂപ എടുത്ത 7 റിങ് കിട്ടും. 7 റിങ് കിട്ടത്തുള്ളൂ. നല്ല രസമുണ്ട്. നമുക്കത് ഞാൻ ഒരു തവണ എറിഞ്ഞിട്ടുള്ളത്, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അവിടെയൊക്കെ കണ്ടോ. എനിക്ക് അത് വർക്കാവുന്നില്ലേ, അതോ ആരും കയറത്താണോ ആർക്കറിയാം. ആരും അങ്ങോട്ട് കയറുന്നില്ലെന്ന് തോന്നുന്നു. എവിടെ നോക്കിയാലും ഫ്ലവേഴ്സ് ഉണ്ട് ഗൈസ്. ഇത് പിന്നെ സൂപ്പറാണ്. ഞാൻ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട് ഇതിൽ. അത് ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്നത്, കാണുന്ന പോലെയല്ല, നമ്മൾ പേടിച്ചിരിക്കും. അടിപൊളിയായിരുന്നു അത്. ഇത് പിന്നെ ഫുൾ ഓഫ് ഫ്ലവേഴ്സാണ്. എവിടെ നോക്കിയാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അതൊരു മിക്കി മൗസിൻ്റെ ഇതാണ്. ഞാൻ സൂം ചെയ്തു. ഇവിടെ ഇതിനൊന്നും ആരും കയറുന്നു, രാത്രിയായി ഗൈസ്. നമുക്കിനി തിരിച്ച് വീട്ടിലോട്ട് പോകാം ഗൈസ്. എല്ലാം കഴിഞ്ഞു, പോവാം. നമ്മളിപ്പം പോവാം. ഇത് എൻ്റെ ഒരു കസിനാണ്, ഉള്ള പേര് അച്ചു എന്നാണ്. ഓക്കെ, ഉള്ള ഐസ്ക്രീം തിന്നെ തിരക്കിലാന്ന് തോന്നുന്നു. ഓക്കെ, അതാണ്ട് ഗൈസ് ഇവിടെ ഫ്ലവർ ഉണ്ട്. ഒരു തൂക്കിയിടാൻ പറ്റിയ ഫ്ലവറാണിത്. എനിക്ക് നാടിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടേക്കുവാണ്. ഈ ഫ്ലവർ എൻ്റെ വീട്ടിലുണ്ട് ഗൈസ്. ഇത് എൻ്റെ വീട്ടിൽ രണ്ട് ഇതിലുണ്ട്, മൺചട്ടിയിലായിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നെ നേരത്തെ കണ്ട ഫ്ലവേഴ്സ് ഒരു ഇതായിട്ട് വെച്ചേക്കുന്നു. കണ്ടോ, നല്ല രസമുണ്ടല്ലേ അങ്ങനെ. വരും, നേരെ നടന്നു പോകാം. കൊള്ളാം അല്ലേ. ലാവൻഡർ ഫ്ലവേഴ്സ്. വാവ്, നമുക്ക് യെല്ലോ ഒരു ഫ്ലവർ. ആ ഫ്ലവർ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നമുക്ക് അതെന്ത്, അത് റോസാന്ന് തോന്നുന്നത്. നമുക്ക് അതൊരു കളർഫുൾ തീമാണ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫ്ലവർ ഷോ. അടിപൊളിയായിരുന്നു ഫ്ലവർ. ഇത് പ്ലാസ്റ്റിക് ഫ്ലവറാണ് ഗൈസ്. ഇത് ഫുള്ളാ തൂങ്ങി കിടക്കുന്ന പ്ലാസ്റ്റിക് ഫ്ലവറാണ്, കവറല്ല, സോറി. ഓക്കെ, ഇത് ഫുള്ള് ഒരു ഓറഞ്ച് മയം. ഇത് മാത്രം. ഇതെന്താണ്? അതേ ഫുള്ള് കണ്ടോ. അപ്പുറത്ത് നമ്മൾ കയറി വരുന്നത് അപ്പുറത്തെ സൈഡിലാണ്, അപ്പോൾ കാണാൻ പറ്റും. നല്ല ഫ്ലവർ അല്ലേ. ഇതെന്തോ ബീട്രൂട്ട് അങ്ങനെ എന്തോ സാധനം. നല്ലതായിരുന്നു. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അത്. ഇത് ഒരു എന്തോ റോസ് പോലെ ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. കണ്ടിട്ടുണ്ട്, പേരെന്താ അറിയത്തില്ല. ഇതിൻ്റെയും പേരെന്താണെന്ന് എനിക്കധികം അങ്ങോട്ട് അറിയത്തില്ല ഗൈസ്. എന്തായാലും കൊള്ളാം. ഈ ഫ്ലവേഴ്സ് അവർ തന്നെയും പിന്നെയും വെച്ചേക്കുന്നത്. എന്തായാലും ഈ ഫ്ലവേഴ്സ് എൻ്റെ വീട്ടിലുണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട്. ഇതെന്ത് ചെടിയാ? ഇത് കൊള്ളാം. ഇത് മറ്റേ എനിക്ക് തോന്നുന്നു ബൊഗെയിൻവില്ലയാണ്. യെസ് ബൊഗെയിൻവില്ലയാണ്. ഇതൊക്കെ പിന്നെ പ്ലാസ്റ്റിക് കവറാണ്. എന്താണ് വലുതില്ല, പ്ലാസ്റ്റിക് കവറല്ലേ, തെറ്റിപ്പോവാണ്. പ്ലാസ്റ്റിക് ഫ്ലവർ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വ്ളോഗ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഗൈസ്. ബൈ.